വിശദമായ വാർത്തകൾ നോക്കാം. പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്ത്. വോട്ടിന് വേണ്ടി പൂരം കലക്കിയെന്നും പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ അന്തിമമായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ വോട്ട് വേണ്ടി പൂരം കലക്കി എന്നും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വമാണ് ഈ പൂരം കലക്കലിന്റെ അതിന്റെ ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിനാണ് എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റെന്തെല്ലാമാണ് റിപ്പോർട്ടിൽ നൽകുന്ന വിശദാംശങ്ങൾ? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ADGP MR അജിത് കുമാർ ഈ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അതിൽ അവ്യക്തതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് DGP ഈ റിപ്പോർട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിതല അന്വേഷണ പ്രഖ്യാപനമൊക്കെ നടത്തി ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ADGP MR അജിത് കുമാർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ്. പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ തൃശൂർ പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനെതിരെ അല്ലെങ്കിൽ അങ്കിത് അശോകന്റെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നതും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്താണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് MR അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വലിയ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു അട്ടിമറിയാണ് പൂരം അലങ്കോലപ്പെട്ടതിലേക്ക് നയിച്ചത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നേട്ടമുണ്ടായത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ടിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പേരും RSSലെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിന്റെ പേരും മൊഴി രൂപേണ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നേട്ടമുണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഈ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത റിപ്പോർട്ടിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഭാരവാഹികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ന്യായം മാത്രമാണുള്ളത്. ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് തിരുവമ്പാടി ദേവസ്വം വകുപ്പാണ് എന്ന് MR അജിത് കുമാർ പറയുന്നു. തുടക്കം മുതൽ തന്നെ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ദേവസ്വം ഭാരവാഹികൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുകയാണ്. നിയമവിരുദ്ധമായ ചില ആവശ്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ ഭാരവാഹികൾ പോലീസിനോടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അനുമതി നൽകാത്ത പശ്ചാത്തലത്തിൽ പൂരം അട്ടിമറിക്കണം അല്ലെങ്കിൽ പൂരം അലങ്കോലപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ അവർ എടുത്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പൂരം അലങ്കോലപ്പെടുത്തപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് MR അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സെപ്റ്റംബറിൽ DGPക്ക് നൽകുകയും DGP തള്ളിയ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്നതാണ്. അതേസമയം തന്നെ ADGP MR അജിത് കുമാറിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം അത് DGPയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ റിപ്പോർട്ട് പരിശോധിച്ച് കേസെടുക്കാനുള്ള തരത്തിലുള്ള അന്വേഷണങ്ങൾ അത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. മറ്റ് വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. ആ ത്രിതല അന്വേഷണവും ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സാഹചര്യത്തിലാണ് MR അജിത് കുമാർ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് സർക്കാർ തലത്തിൽ നടത്തിയ സമയം കൂടിയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. സൂര്യ, ഇത്തരത്തിൽ ഈ പൂരം കലക്കലിൽ പോലീസിന്റെ പങ്ക്
ആരോപിച്ചുകൊണ്ട് ഇരു ദേവസ്വങ്ങളും അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പൂരം കലക്കലിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏത് രീതിയിലാണ് ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രതിനിധികളുടെയും ഒരു പ്രതികരണം വന്നിട്ടുള്ളത്? നിലവിൽ ADGP MR അജിത് കുമാർ തയ്യാറാക്കി പുറത്തുവന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ പകർപ്പിന്റെ അതായിട്ടുള്ള ഒരു പ്രതികരണം ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ഉണ്ടായ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസിനെ പഴിചാരിയുള്ള പ്രതികരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത് ADGP MR അജിത് കുമാറിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നതിന് ഒരു സാഹചര്യം ഒരുക്കി. പൊതുവിൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് പങ്കുണ്ടായിരുന്നു. ADGP പൂരം കലക്കലിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ വിഷയം സജീവമാകുന്നു. അതിൽ ADGP MR അജിത് കുമാറിന്റെ പങ്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ പൂർണ്ണമായിട്ടും പോലീസിനെ ന്യായീകരിച്ച് പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് MR അജിത് കുമാർ വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികൾക്കെതിരെ മുഴുവൻ തെറ്റും ചാർത്തിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അവരുടെ പേരുകൾ ഉൾപ്പെടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു അട്ടിമറിയാണ് എന്ന് കൂടി ADGP MR അജിത് കുമാർ വ്യക്തമാക്കുകയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് MR അജിത് കുമാർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം അത് ഉണ്ടാവും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ എന്താണ് ഭാരവാഹികൾക്ക് പറയാനുള്ളത് എന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാവുമെന്നുള്ളതാണ്. ശരി, സൂര്യഗായത്രി.